ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ആമിൻസ് കിച്ചൻ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സമൂസ ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1 കപ്പ് മൈദ, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അളവ് കൂട്ടുമ്പോൾ 1 കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ 2 കപ്പ് എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല ടൈറ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കുഴച്ചെടുത്ത മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒന്ന് പുരട്ടിയിട്ട് 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മാവിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ പുരട്ടി വെക്കുന്നത്. നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഈ മാവ് എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ലൈറ്റായിട്ട് കുഴച്ച ശേഷം ഇത് ഈക്വലായിട്ട് നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓരോ ബോൾസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഓരോന്നും പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്തതായിട്ട് വെക്കാനുള്ളതാണ്. അപ്പം അധികം റൗണ്ടായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് പരത്തിയിട്ട് അടുത്തത് ഇതുപോലെ പരത്തി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ആദ്യം പരത്തിയെടുത്തതിലേക്ക് അല്പം ഓയിൽ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം. ഇനി അല്പം മൈദപ്പൊടി ഒന്ന് തൂവി അടുത്ത റൊട്ടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഓരോ റൊട്ടിയും എണ്ണ പുരട്ടി അല്പം മൈദപ്പൊടി തൂവി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 4 റൊട്ടിയും മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 2 റൊട്ടി വെച്ചിട്ടും ചെയ്യാം. ഇനി അല്ല, കൂടുതൽ റൊട്ടി വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ 4 റൊട്ടിയും വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. നമുക്ക് സമൂസ ഷീറ്റിൻ്റെ നീളം എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ഈ റൊട്ടി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. വല്ലാണ്ട് നൈസായി പോകരുത്, അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ റൊട്ടി വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ഒരു 10 സെക്കൻഡ് ഒന്ന് കുക്കായാൽ മതി. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം 30 സെക്കൻഡ് കുക്ക് ചെയ്യാം. 30 സെക്കൻഡ് ആയതിനു ശേഷം വീണ്ടും ഒന്നുകൂടി മറിച്ചിട്ടിട്ട് ആ സൈഡ് ഒരു 10 സെക്കൻഡ് കൂടി കുക്ക് ചെയ്യാം. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ റൊട്ടി അവിടുന്ന് മാറ്റാം. ഇനി ചൂടോട് കൂടി തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണോ ആവശ്യം ആ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ഓരോ റൊട്ടിയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സമൂസ ഷീറ്റിൻ്റെ അതേ ആകൃതിയിലാക്കി എടുക്കുന്നുണ്ട്. സ്പ്രിംഗ് റോൾസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ സമൂസ ഷീറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ചതുരത്തിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സമൂസ ഷീറ്റിൻ്റെ അതേ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മുഴുവൻ റൊട്ടിയും അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സമൂസ ഷീറ്റിൻ്റെ വീതി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് 2 ഈക്വൽ പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ ഓരോ റൊട്ടിയും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സെപ്പറേറ്റ് ചെയ്തെടുക്കുക നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ എഡ്ജസ് ഒന്ന് ഒട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ മാത്രം ഒന്ന് കെയർ ചെയ്ത് വലിച്ചെടുത്താൽ മതി. ഇതുപോലെ മുഴുവൻ ഷീറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അത്രയും നൈസായിട്ടുള്ള സമൂസ ഷീറ്റാണ്. അപ്പോൾ എല്ലാതും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം.
എല്ലാ ഷീറ്റും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ കവറിലോ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഇതുപോലെ സമൂസ ഫില്ലിങ് വെച്ച് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു 2 ആഴ്ച വരെ ഇത് കേട് കൂടാണ്ട് തന്നെ ഇരിക്കും. ഷീറ്റ് പരത്തിയെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നല്ലോണം കനത്തിൽ പരത്തിയെടുക്കരുത്. അതുപോലെ തന്നെ നല്ലോണം നൈസായിട്ടും പരത്തിയെടുക്കരുത്. നൈസായിട്ട് പരത്തിയെടുക്കുമ്പോൾ നമ്മളിതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് പൊട്ടും. 1 മണിക്കൂർ സമയം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ അടിപൊളിയായിട്ട് സമൂസ ഷീറ്റ് ഉണ്ടാക്കാം. കടകളിൽ നിന്നും വാങ്ങാണ്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ.